വെൽക്കം ബാക്ക് ടു അവർ റേഡിയോ ഷോ വോയിസ് ഓഫ് എംഎം. പാട്ട് കേൾക്കാം, കൂട്ടുകൂടാം. ലെറ്റ്സ് സ്പീക്ക്, സിംഗ് ആൻഡ് ഷൈൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ഇഷാന. സിനിമ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയുണ്ട്. എല്ലാ ദിവസവും ഇതില്ലാതെ നമുക്കാർക്കും പറ്റില്ല. അതെന്താന്നാണോ സംശയം? എന്താ? ഫുഡടിയാണ് സാറേ നമ്മുടെയൊക്കെ മീൻ. നല്ല മഴയൊക്കെയുള്ള ഒരു ചൂട് ചായ, അല്ലെങ്കിൽ ഒരു ഹോട്ട് ചോക്ലേറ്റ്, നല്ല ക്രിസ്പി വട, മസാല ദോശ, അല്ലെങ്കിൽ അൽഫാം, എന്തൊക്കെ വെറൈറ്റി ഫുഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ കഴിക്കുമ്പോഴും ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? ആമി വേവിച്ചെടുക്കുന്ന സൂപ്പർ പോപ്പുലറായ മോമോസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് ശിവാനി പറയുന്നത്. ഈസി ആണെങ്കിൽ ഒരു കൈ നമുക്കും നോക്കിയാലോ? അപ്പോ മോമോസിന്റെ റെസിപ്പി ഒന്ന് കേട്ടു നോക്കിയാലോ? ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് എംഎം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ശിവാനി. എല്ലാവർക്കും ഒരു കിടിലൻ ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയും ഫുഡ് സ്റ്റാളുകളും കീഴടക്കിയ ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ചാണ്. അതെന്താണെന്ന് ഗസ് ചെയ്യുമോ? അതെ, മോമോസ്. ഇപ്പോൾ എവിടെ നോക്കിയാലും സ്കൂൾ ഫ്രണ്ട്സിനോടൊപ്പമാകട്ടെ, ഫാമിലിയോടൊപ്പമാകട്ടെ, ഔട്ടിങ്ങിനാകട്ടെ, എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നാമത് തന്നെയാണ് മോമോസ്. ചീസ് മോമോസ്, ഫ്രൈഡ് മോമോസ്, പനീർ മോമോസ്, ചിക്കൻ മോമോസ്, എന്തിന് ഇപ്പോൾ വേണമെങ്കിൽ ഓരോ ദിവസവും ഓരോ ഫ്ലേവർ. പക്ഷേ ഒരു ചെറിയ കാര്യം, ട്രെൻഡാണെന്ന് പറഞ്ഞ് കിട്ടുന്നതെല്ലാം കഴിക്കുന്നത് നല്ല ശീലമല്ല. ചില സ്ഥലങ്ങളിൽ ശുചിത്വക്കുറവോ ശരിയായ രീതിയിൽ പാകം ചെയ്യാത്തതിനോ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ടേസ്റ്റിയും സേഫുമായ മോമോസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ മൈദ, അല്പം ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി സോഫ്റ്റായി കുഴച്ചെടുക്കാം. അത് ഏകദേശം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനിടയിൽ ഫില്ലിംഗ് റെഡിയാക്കാം. വേവിച്ച ചിക്കൻ ചെറുതായി അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, അല്പം മുളക് പൊടി, സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ സവാള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി മാവ് ചെറിയ ഉരുളകളാക്കി നേർത്തതായി പരത്തി നടുവിൽ ഫില്ലിംഗ് വെച്ച് ഭംഗിയായി മടക്കുക. അയ്യോ, ആദ്യത്തെ മോമോസ് പെർഫെക്റ്റ് ആയില്ലേ? നോ വറീസ്, രൂപമല്ല കേട്ടോ, ടേസ്റ്റ് ആണ് പ്രധാനം. ഇനി ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് ഏകദേശം 12 മുതൽ 15 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യാം. അപ്പോഴേക്കും അടുക്കള മുഴുവൻ നല്ല മണം നിറയും. ചൂടോടെ എടുത്ത് സ്പൈസി ചട്നിയോടൊപ്പം കഴിച്ചാൽ വാവ്, ഒരു കിടിലൻ ട്രീറ്റ് തന്നെ. അപ്പോൾ ഇനി ഹോട്ടലിൽ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. സേഫും ടേസ്റ്റിയും ഫാമിലിയോടൊപ്പം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ രസവും ഒന്ന് വേറെ തന്നെയാണല്ലേ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ശിവാനി. ഇനി മറ്റൊരു രസകരമായ വിശേഷവുമായി വീണ്ടും എത്താം. സ്റ്റേ ട്യൂൺ, കീപ് ലിസണിംഗ്. ദിസ് ഈസ് വോയിസ് ഓഫ് എംഎം. ഇന്ന് തന്നെ പോയി എല്ലാരും മോമോസ് ട്രൈ ചെയ്യല്ലേ? സോ വെൽക്കം ബാക്ക് ടു അവർ റേഡിയോ ഷോ വോയിസ് ഓഫ് എംഎം. പാട്ട് കേൾക്കാം, കൂട്ടുകൂടാം. ലെറ്റ്സ് സ്പീക്ക്, സിംഗ് ആൻഡ് ഷൈൻ. ഞാൻ വീണ്ടും നിങ്ങളുടെ സ്വന്തം ആർജെ ഇഷാന. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു പയ്യൻ പാതിരാത്രിയിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ അച്ഛൻ റൂമിലേക്ക് കയറി വന്നു. അവൻ പേടിച്ച് വേഗം ഫോൺ ലോക്ക് ചെയ്ത് കണ്ണടച്ചുറങ്ങുന്നതായി അഭിനയിച്ചു. ഇത് നമ്മളിൽ പലരും ചെയ്തിട്ടുണ്ടാവുമല്ലേ? എന്തായാലും അച്ഛൻ അവന്റെ അടുത്ത് വന്ന് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? എടാ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്താൽ മാത്രം പോരാ, ഇൻസ്റ്റയിലെ നിന്റെ ഗ്രീൻ ലൈറ്റ് ആക്റ്റീവ് സ്റ്റാറ്റസ് കൂടി ഓഫ് ചെയ്യണേ. ഞാൻ നിനക്ക് ഒരു റീൽ അയച്ചിട്ടുണ്ട്, നോക്കിയിട്ട് ഉറങ്ങിക്കോ. നിങ്ങളുടെ പാരൻസും ഇങ്ങനെയാണ്. എന്തായാലും നമ്മുടെ വീട്ടിലെ ധനമന്ത്രിയായ അച്ഛന്മാരുടെ വാലറ്റിൽ നിന്ന് 2 രൂപ ഒപ്പിക്കാൻ നമ്മൾ എടുക്കുന്ന ആ സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ നമ്മുടെ പാട്ട്. ജോൺ പാട്ട് പാടാൻ റെഡി ആയിരിക്കുവാണ്. അതും നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഗീതാ ഗോവിന്ദത്തിലെ വെച്ചിട്ടമ്മ ട്യൂണിങ്. റെഡി അല്ലേ? ജോണിന്റെ പാട്ട് കേട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമോ ക്യാഷ് കിട്ടുമോ എന്ന് പാട്ട് കേട്ട് തന്നെ അറിയാം. സോ ഹിയർ വി ഗോ. അച്ഛ കുറച്ചു പൈസ വേണം, അതെന്താ? ജോലിക്കൊന്നും പോകാൻ വയ്യ തുമ്മല. അച്ഛ കുറച്ചു പൈസ വേണം, അതെന്താ?
ജോലിക്കൊന്നും പോകാൻ വയ്യ തുമ്മല ഗോവ പോകുവാൻ പ്ലാൻ ഇല്ല ഇല്ലേ കയ്യിൽ ഇല്ലെങ്കിൽ എവിടുന്നേലും ഒപ്പിച്ച അമ്മ ചോദിച്ചിട്ടും തന്നില്ല ക്യാമയ നിങ്ങള് മോശം തന്നെ ഇങ്ങനെ പോയാൽ അച്ഛൻ്റെ അമ്മേ നിങ്ങളുടെ കയ്യിലില്ലേ പെൻഷൻ കിട്ടി ചില്ലറ വല്ലതും കാണൂലേ അച്ഛൻ്റെ അമ്മേ നിങ്ങളുടെ കയ്യിലില്ലേ പെൻഷൻ കിട്ടി ചില്ലറ വല്ലതും താമേ. നല്ല പാട്ടായിരുന്നല്ലേ? അപ്പൊ പുതിയ കുറെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും this is voice of MAM. പാട്ട് കേൾക്കാം, കൂട്ടുകൂടാം. Let's speak, sing